ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു അക്വേറിയം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഗ്ലാസ് കൊണ്ടല്ല, ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസിൻ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. ഗപ്പികളെയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗപ്പികളൊക്കെ ഇപ്പോൾ പ്രസവിച്ചിട്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ നമ്മളൊരു 3-4 കോഴിക്കാർപ്പിനെയും അതുപോലെ ബ്ലാക്ക് വൈറ്റ് ആയിട്ടുള്ള 2-3 സെറ്റിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കാണിച്ചു തരാം. കുറേയധികം ഗപ്പി കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല ക്ലിയർ വാട്ടറാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം താണ് പോവുക. കാണിച്ചു തരാമേ. അതെ, ഈ കാണുന്ന ഒരു ബേസിൻ അറിയാമല്ലോ എല്ലാവർക്കും. റോഡിൽ കൂടെ ഈ ഭായിമാരൊക്കെ വിൽക്കാനെ കൊണ്ട് കൊണ്ടുപോകത്തില്ലേ, 2 ബേസിൻ തമ്മിൽ അടിച്ച് പൊട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു. ആ സൈസിലെ ഒരു ബേസിനാണേ. അതിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു രീതിയിലൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. അതിൻ്റെ അകത്ത് ഗപ്പികളൊക്കെ മുളിയൊക്കെ പൊഞ്ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് അങ്ങ് താണുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ എൻ്റെ അകത്ത് കണ്ടോ ഈ ഒരു ഭാഗത്ത് കണ്ടോ വെള്ള കളറിലെ ഒരു ഫിഷ് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടിത് പല ഗപ്പികളാണ്. ഞാൻ ഫോണിൽ പിടിക്കുമ്പോൾ കാണുന്നില്ല ശരിക്കും, കാരണം ഈ ആകാശത്തിൻ്റെ ഒരു വെട്ടം ഇതിലേക്ക് കാണുന്നുണ്ടേ. കണ്ടോ, ഞാൻ എൻ്റെ കൈ കാണിച്ചപ്പോഴത്തേ അത് പോയി. ഈ കോഴിക്കാർപ്പിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇവർക്ക് നമ്മളുമായിട്ട് അധികം പരിചയമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ എപ്പോഴും അടിത്തട്ടിൽ കിടക്കുകയാണ്. അടിത്തട്ടിൽ ഇങ്ങനെ ഉള്ളത് കാരണം നമുക്ക് അവരെ കാണാൻ പറ്റും. നല്ല രസമുള്ള 2-3 ഉണ്ട്. 4 ഉണ്ടായിരുന്നു, ഒരെണ്ണം ചത്തുപോയി. അപ്പം അതെപ്പോഴും നമ്മൾ ഈ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഏറ്റവും അടിയിലങ്ങ് പോകും. അതുകൊണ്ടാണ് അതിനെ കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇനി പതുക്കെ നമ്മളുമായിട്ട് ഇണങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കാണിക്കാം. നല്ല രസമുണ്ട്. ചെറുതാണ്, ഏകദേശം ഈ ഒരു വലിപ്പം അത്രേ ഉള്ളൂ. കാണുന്നതാണ് നമ്മുടെ ചെറിയ സെറ്റപ്പ്. ഉണ്ടോ? അപ്പം ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ ഒന്ന് കുറച്ചുകൂടെ മനോഹരമാക്കണം എന്നൊരാഗ്രഹമാണ്. അപ്പം ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. വളരെ കാലത്തെ ആഗ്രഹങ്ങളാണ് ഈ മീനെയൊക്കെ വളർത്തുക എന്നൊക്കെ. നമുക്ക് പറ്റുന്ന സമയത്ത് ചെയ്യുക, ഒരു മനസ്സിനൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.